അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജപ്തി നടപടിയെ ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും. പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷേ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട്? ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്? ഹൗ ടു ഡു ഉടമ്പടി, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്. അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതുപോലെ ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപ്പം ശിവയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി.